ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ. കൽപ്പാത്തി രഥോത്സവത്തിന് തൊട്ട് മുന്നുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ കൽപ്പാത്തിയുടെ അഗ്രഹാരങ്ങളും തേരുകളും എല്ലാം ഒരുങ്ങി കൽപ്പാത്തി രഥോത്സവത്തിന് വരവേൽക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കുതിരാൻ കയറി ഞങ്ങൾ ഇതേ പുറത്തിറങ്ങി. ഞങ്ങൾ ഈ പോക്ക് നേരെ പോയത് വാളയാർ വരെ പോയി. പാലക്കാട് എത്തി തിരിയേണ്ട ഞങ്ങൾ വഴി തെറ്റി വാളയാർ വരെ എത്തി. ഒന്നാമത്തെ കാര്യം NH തീരെ പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് സൈഡിലൊന്നും പെട്ടെന്ന് നീക്കി എനിക്ക് വഴി ചോദിക്കാനൊന്നും പറ്റത്തില്ല. എനിക്കറിയില്ല, പേടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നു, അത് ഫുൾ വഴി തെറ്റി. പിന്നെ തിരിച്ച് വാളയാർ കഴിഞ്ഞ് അവിടെ ടോളും കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധം വന്ന് വഴി തെറ്റിയിരുന്നു. തിരിച്ച് വീണ്ടും ടോൾ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആ ബംഗാളിയോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് കയറിയുള്ളൂ. പക്ഷേ ബംഗാളി സമ്മതിച്ചില്ല. വീണ്ടും 160 രൂപ കൊടുത്ത് ഞങ്ങൾ പാലക്കാട് അഗ്രഹാരത്തിലെത്തി. പോകുന്ന വഴി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പക്ഷേ എല്ലാ ഭവൻസും ഇപ്പോൾ ഒരുപാട് ഭവൻ ഉണ്ടല്ലോ, അതെല്ലാം നല്ല തിരക്കായിരുന്നു. അവിടെ കയറി ചെല്ലുമ്പോഴേ പറയും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഫുഡ് കിട്ടുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ വേറൊരു വീട്ടിലെ ഭക്ഷണം എന്ന ഒരു സ്ഥലത്ത് കയറി ദോശ കഴിച്ചു. എനിക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന പാണ്ടിലോറിന് മാത്രമേ പേടിയുള്ളൂ. നിർത്തിയിട്ട പാണ്ടിലോറി ഇടയിൽ കൂടെ ഞാൻ കയറി പാർക്ക് ചെയ്തു. പിന്നെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അത് കാരണം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 നെയ്റോസ്റ്റാണ് പറഞ്ഞത്. അവിടെ പൊറോട്ടയും ദോശയും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ നെയ്റോസ്റ്റ് ഉണ്ടാക്കി തന്നു. രണ്ട് നെയ്റോസ്റ്റിന് 130 രൂപ. സൂപ്പർ നെയ്റോസ്റ്റ്, ഒന്നും പറയാനില്ല. വീട്ടിലെ ഭക്ഷണം പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വഴി ചോദിച്ച് ഞങ്ങളങ്ങനെ കൽപ്പാത്തി അഗ്രഹാരം എത്താറായിട്ടോ. പാലക്കാട് നിന്ന് ടൗണിലേക്കുള്ള വഴി ചോദിച്ച് എത്താറായി. കുറേ വഴി തെറ്റി. 1 മണിക്കൂർ ഞങ്ങൾ ചുറ്റി. നേരെ പോകും. വഴിയൊക്കെ തെറ്റി വീണ്ടും നേരായ വഴിയിലെത്തി. അതെ, ഇപ്പൊ പൈസയും കൊടുത്തു. വാളയാർ ചെക്ക് പോസ്റ്റിലെ വെറുതെ പൈസയും കൊടുത്തു. 160 രൂപ പോയി. 5 മിനിറ്റ് ഡ്രൈവ് ചെയ്തില്ല, തിരിച്ചു വന്നു. വീണ്ടും 160 രൂപ പോയി. വഴി തെറ്റിപ്പോയതാ. ആദ്യം എൻ്റെ കാറ് ഞാൻ പാർക്ക് ചെയ്തു, ഒന്ന് സെറ്റാക്കി. പാർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, പാർക്കിംഗ് ശരിക്കും അറിയാത്തത് കൊണ്ട്. അപ്പോൾ 2 കാറിൻ്റെ ഇടയിലൊക്കെ പാർക്കിംഗ് ഉണ്ടല്ലോ, അവിടെ പാർക്ക് ചെയ്തൊന്നൊക്കെ അറിവുള്ളവർ പറയും. പക്ഷെ നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റിയ സ്ഥലത്ത്, കംഫർട്ടായ സ്ഥലത്ത് മാത്രം നമ്മൾ പാർക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ടിങ് ഇപ്പോഴും അങ്ങനെയായിരിക്കണം. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തത് അഗ്രഹാരങ്ങൾ കാണാം, ഒരുക്കങ്ങൾ കാണാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ മോർണിംഗ് വരണം ഇവിടെ കേട്ടോ. അഗ്രഹാരത്തേക്ക് വരുമ്പോൾ ആ കോലം എഴുതുന്നതും ആ അമ്പലത്തിൻ്റെതായ അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടണമെങ്കിൽ എപ്പോഴും മോർണിംഗ് പോകണം. ഞങ്ങൾ എത്തിയപ്പോൾ 11 മണി. അപ്പോൾ അറിയാലോ ആ സിറ്റുവേഷൻ. അപ്പോഴും നല്ല രസമാണ് കാണാനായിട്ട്. തേരുകളുണ്ടാക്കുന്നതും ആൾക്കാരുടെ തിരക്കും കാര്യങ്ങളും. എന്താ വെച്ചാൽ രഥോത്സവത്തിൻ്റെ അടുത്ത ദിവസങ്ങളായല്ലോ, അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥമാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. നല്ല അതിൻ്റെ ചക്രമൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. നേരിട്ട് ഇതിനേക്കാളും ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ വെച്ചെടുത്തു. ഞങ്ങൾ അമ്പലത്തിലേക്ക് കടന്നു കേട്ടോ. അമ്പലത്തിനകത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു. കിട്ടുന്നതിൻ്റെയും പിടിക്കുന്നതിൻ്റെയും തിരക്കായിരുന്നു. പിന്നെ അമ്പലം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നട തുറന്ന് കണ്ടുള്ളൂ. ഞങ്ങൾ വന്ന് 10 മിനിറ്റ് ആയപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തു. എന്നാലും ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റി. അമ്പലത്തിൽ നിന്നുള്ള പ്രസാദം കൊടുത്തിരുന്നു. 2 പ്രസാദമായിരുന്നു. ഒന്ന് നമ്മുടെ നാട്ടിലെ ചോറ്, യെല്ലോ കളറുള്ള മഞ്ഞ ഒരു ഗ്രീൻ ബീൻസ് ഒക്കെ ഇട്ട ഒരു ചോറിൻ്റെ ഒരു പ്രസാദവും, പിന്നെ പായസം, പഴം ശർക്കരയൊക്കെ ഇട്ട അടിപൊളി പായസം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് തന്നെ കഴിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു. അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കടകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കടകൾ വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണാൻ ഇറങ്ങി. ആ ചാച്ചന്മാർ പറഞ്ഞത്, നിങ്ങൾ കൽപ്പാത്തി രഥോത്സവത്തിന് അന്ന് ഇവിടെ വന്ന് ഈ തെരുവിൽ നിന്നാൽ മതി, പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, നേരെ നിങ്ങളെ കൊണ്ടുപോയിക്കോളും, കൊച്ചി എത്തിക്കോളും എന്ന് പറഞ്ഞത്.
അത്രയും തിരക്കായിരിക്കും എന്ന് പറഞ്ഞത്. അച്ചാച്ചന്മാരാണ് ഞങ്ങളുടെ ഈ കടകളുടെ പിന്നിൽ കൽപ്പാത്തി പുഴേനെ പറ്റി പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒരു കൽപ്പാത്തി പുഴ, ഇത്ര മനോഹരമായ ഒരു പുഴ ഇതിൽ കൂടെ ഒഴുകുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു വിട്ടായിരുന്നു നല്ല ഒഴുക്കുണ്ടായിരിക്കും, അതുകൊണ്ട് ഇറങ്ങരുതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കൽപ്പാത്തിപ്പുഴയുടെയും അമ്പലത്തിൻ്റെയും ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിറച്ച് മീനുകളായിരുന്നു ആ പുഴയുടെ ആ കൽപ്പടവിൻ്റെ അവിടെ നിറച്ച് മീനുകളായിരുന്നു കേട്ടോ. പിന്നെ ഒഴുകുന്നുണ്ട്, വേസ്റ്റ് ഇടരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നുണ്ട്, ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പോലെ തന്നെ. പിന്നെ നല്ല രസമുണ്ട് കൽപ്പാത്തിപ്പുഴ ഒഴുകുന്നത് കാണാനായിട്ട്. ഞാൻ കൽപ്പാത്തിന്ന് 2-3 സാധനങ്ങൾ വാങ്ങിച്ചു. അതിലൊന്നാണ് 30 രൂപ ഒരു കുഞ്ഞി കത്തിയുണ്ട് കേട്ടോ. നാട്ടിൽ കത്തി കിട്ടാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ച കത്തി ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ എത്ര നാൾ ഞാൻ ഉപയോഗിക്കും, അപ്പോൾ മുഴുവൻ ഞാൻ ഈ കൽപ്പാത്തിനെ പറ്റി ആലോചിക്കും. അത്രേ ഞാൻ ചിന്തിച്ചുള്ളൂ. അമ്പലത്തിൻ്റെ അവിടുത്തെ കച്ചവടക്കാരോട് 1 മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഈ കോലങ്ങളൊക്കെ വരച്ചിട്ട് കാണണം അഗ്രഹാരത്തിൻ്റെ മുൻപിൽ. ഹോട്ടൽ തപ്പിയിട്ടുള്ള യാത്രയായിരുന്നു. നല്ലൊരു ഹോട്ടൽ കിട്ടിട്ടോ. ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കയറിട്ടോ. ആദ്യം വിളമ്പിയത് വാഴയ്ക്ക പൊരിയൽ എന്നാണ് മുന്നിലിരിക്കുന്നവൾ പറഞ്ഞത്. സത്യത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഞാനത് കഴിക്കും. പിന്നെ ഒരു കേബേജ് കൊണ്ടുള്ളൊരു കറി, ചാറുകറി പോലെയാണ് വിളമ്പിയത്. പിന്നെ അച്ചാറ്, പിന്നെ ചോറ്. അതിനകത്ത് സാമ്പാറിന് പകരം അവർ തന്നത് പഴം പുളിശ്ശേരി ആയിരുന്നു. ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല, നല്ല വിശപ്പുണ്ട്, ടേസ്റ്റും ഉണ്ട്. അവസാനം പായസം കൊണ്ടുവന്നു. ഈ പായസം വില്ലട പായസം അതോ വെല്ലട പായസം അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നിയത്. ശർക്കര ടേസ്റ്റാണ്, അട തന്നെയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ പായസമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് പെപ്പറും ജിഞ്ചറും ലൈമിൽ നാരങ്ങയിൽ ഇട്ടിട്ട് വെച്ചതാന്ന് പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ആണെന്ന് തോന്നിയപ്പോൾ ഞാനിത് വാങ്ങിച്ചു കേട്ടോ. തീരെ എരിവില്ല. പെപ്പർ എന്ന് പറയുമ്പോൾ പച്ച കുരുമുളക് അതിനകത്ത് വരുന്ന, തീരെ എരിവില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാനത് വാങ്ങിച്ചു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സുഖമാണ്, പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉപ്പിടണ്ട, കാരണം ഇതിനകത്ത് നല്ല സോൾട്ടാണ്. അങ്ങനെ കൽപ്പാത്തി അഗ്രഹാരത്തിൽ 2.5 മണിക്കൂറോളം ഞങ്ങൾ ചിലവിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒന്നാമത് കാറ് റിവേഴ്സ് എടുക്കാനും പാർക്കിംഗ് അറിയാത്ത ഞാൻ. അപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് വീട് എത്തുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഇപ്പോഴും അവിടെ തേരിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ അവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. ഞങ്ങൾക്ക് അത്രയും വിഷമമായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ. ഒരു വൈകുന്നേരമൊക്കെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ആലോചന അധികം നീണ്ടില്ല, ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ കൽപ്പാത്തി അഗ്രഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. അങ്ങനെ കൽപ്പാത്തിന്ന് പോവാണ് കേട്ടോ.